മണികണ്ഠൻ്റെ കൂടെ മണികണ്ഠനെ സ്നേഹിക്കുന്ന നിരവധി ആളുകൾ അന്ന് മണികണ്ഠൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ കൂടെ വന്നിരുന്നു. ഒരു നിസാര തെറ്റായിട്ട് അവർ കണ്ടോ പിന്നെയും? എന്തുകൊണ്ടാണ് മണികണ്ഠൻ വക്കീൽ നോട്ടീസ് അയച്ചത്? ഇപ്പോൾ ഇക്ക തുടക്കം പറഞ്ഞപ്പോൾ എന്താ പറയുക, മനോരമയായിട്ട് കോംപ്രമൈസ് ചെയ്യാം എന്നുള്ളൊരു ഇതല്ല. അതായത് ഞാൻ സൊസൈറ്റിയിൽ വന്നൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന് മറുപടി ഇടേണ്ട ഒരു ചുമതല എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ തന്നെ ആയിരിക്കണം അതിൻ്റെ മറുപടി അയക്കേണ്ടത്. അതിന് മുമ്പ് നമ്മൾ ഒരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻ്റർവ്യൂസ് കൊടുക്കാം, അല്ലെങ്കിൽ കുറേ ബഹളങ്ങൾ ഉണ്ടാക്കാം. അത് വേണ്ട. ഒരു വിഷയം ഉണ്ടായാൽ തമ്മിൽ സംസാരിച്ച് തീരുമെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത്. അപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടത് എൻ്റെ ഫോട്ടോ വെച്ച് തെറ്റായ വാർത്ത വന്നു, എൻ്റെ ഫോട്ടോ വെച്ച് തന്നെ അത് തിരുത്തണം എന്നുള്ളതാണ് എൻ്റെ ഡിമാൻഡ്. അത്രയായിരുന്നു. അപ്പോൾ അതിന് അവർ തയ്യാറാവുമോ എന്നുള്ളൊരു വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അതല്ലാതെ വേറൊരു കോംപ്രമൈസ്, അല്ലെങ്കിൽ അവരെനിക്കൊരു വാർത്ത തരാം, എന്നെ സപ്പോർട്ട് ചെയ്യാം, അത്തരം കോംപ്രമൈസിന് അന്നും ഇന്നും തയ്യാറല്ല. ഇത് ഞാൻ എനിക്ക് വേണ്ടിയിട്ടല്ല, സത്യത്തിൽ എനിക്ക് വേണ്ടി മാത്രമല്ല. തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ജനം എന്ന് പറയുന്നത് എന്നെ സിനിമാ നടൻ മണികണ്ഠൻ എന്നുള്ള നിലയിലുമാണെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അതൊരു പൗരന് വേണ്ടിയിട്ട്, ഒരു അവകാശമായിട്ടാണ്. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് സംഭവിച്ചാൽ എന്തായിരിക്കും എന്നുള്ള ഭീതിയുമാണ് എന്നെ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. എൻ്റെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ള 100% ഉറപ്പിലും കൂടിയാണ്. മറിച്ച് ഈ വിഷയം മറ്റൊരു കേസായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇത് സാമ്പത്തിക തട്ടിപ്പാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം എൻ്റെ സാമ്പത്തികം എന്താണ്, ഞാൻ എങ്ങനെയാണ്. ഇപ്പോഴും സാധാരണക്കാരുടെ ഇടയിൽ സാധാരണക്കാരനായി തന്നെ ജീവിക്കുന്ന ഒരു സിനിമാ താരമാണ്. അപ്പോൾ വേറൊരു മയക്കുമരുന്ന് കേസോ ഒരു സ്ത്രീ വിഷയവുമായിരുന്നെങ്കിൽ ഇത്രയും സപ്പോർട്ട് എനിക്കുണ്ടാവുമോ? ഉണ്ടാകില്ല. കാരണം അത് അവർക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഏരിയ അല്ല. സാമ്പത്തികം അവർക്ക് കണ്ടാൽ, അല്ലെങ്കിൽ എന്നെ അടുത്തറിയാവുന്നവർക്കെല്ലാം മനസ്സിലാവും എൻ്റെ സാമ്പത്തികം. ഞാൻ ഇക്കാനെ തന്നെ ഇതിന് മുമ്പ് ആ വിഷയം നടക്കുന്നതിന് 2-3 ആഴ്ച മുമ്പ് വിളിച്ചിട്ട് കുറച്ച് പൈസ റോൾ ചെയ്യാൻ ചോദിച്ച ആളാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ റോൾ ചെയ്തും കിട്ടുന്നത് സ്വരുക്കൂട്ടിയും ലോൺ അടച്ചും അത് കൂടുതൽ കിട്ടിയാൽ മറ്റുള്ളവർക്ക് കൊടുക്കാനും ഒക്കെ അങ്ങനെ പോകുന്ന ഒരാളായതുകൊണ്ട്, അത് ജനത്തിന് മുഴുവൻ അറിയാവുന്നത് കൊണ്ടാണ് എനിക്ക് ഈ സപ്പോർട്ട് കിട്ടിയതും. മറിച്ചായിരുന്നെങ്കിൽ എൻ്റെ വീട്, എൻ്റെ കുടുംബം തന്നെ തകർന്നു പോയേനെ. ഞാൻ ഒന്നുമില്ലാതായിപ്പോയാൽ. ഞാൻ തിരുത്തി വരുമ്പോൾ എൻ്റെ വീട്ടിൽ ഭാര്യ ഉണ്ടാവില്ല, കുട്ടി ഉണ്ടാവില്ല, എന്നെ സ്നേഹിച്ച മലയാളികൾ ആരും ഉണ്ടാവില്ല. ഞാനൊരു പ്രതിയായി തീർന്നു. പിന്നെ ഞാൻ വർഷങ്ങൾക്ക് ശേഷം അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞൊരു തിരുത്ത് എവിടെയെങ്കിലും എഴുതി കാണിച്ചാൽ എൻ്റെ നഷ്ടപ്പെടുന്ന ലൈഫ് തിരിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ഇതിപ്പോൾ ഞാനായതുകൊണ്ട്, ഞാനൊരു സിനിമാ താരമായതുകൊണ്ട് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതത്രയും വ്യൂസ് ഉണ്ടായി. മറിച്ച് ഒരു സാധാരണക്കാരനാണെങ്കിൽ അത് എത്ര പേര് ഷെയർ ചെയ്യപ്പെടും, എത്ര പേര് കാണും? എല്ലാവരെയും ഞാൻ അറിയിച്ചു വരുമ്പോൾ തന്നെ കുറേ പേരുടെ ഉള്ളിൽ അയാൾ കുറ്റവാളി ആയി കഴിഞ്ഞു. ഇത് വായിക്കുക മാത്രമാണെങ്കിൽ കുഴപ്പമില്ല. ഇന്നത്തെ കാലത്ത് പത്രം വായിക്കുകയല്ല, ഫോട്ടോ എടുത്തും വീഡിയോ എടുത്തും പല ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ദുബായിൽ നിന്നും അതേപോലെ തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നാണ് എനിക്ക് വിളി വന്നിട്ടുള്ളത്. മലപ്പുറത്ത് നിന്ന് ഇപ്പോൾ എൻ്റെ കൂടെ ആഷിഖ് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ ഇതറിഞ്ഞിട്ട് മലപ്പുറത്ത് പോയിട്ട് ആ പത്രം, അവൻ്റെ വീട് മലപ്പുറത്താണ്, ആ പത്രം കൊണ്ടുവന്ന് തന്ന്. അങ്ങനെയാണ് ഞാൻ പത്രം കാണുന്നത്. എൻ്റെ കയ്യിൽ പത്രം കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ അത് വളരെയധികം വേദനിപ്പിച്ചു. ഒന്ന് പേഴ്സണലി മാത്രമല്ല, സൊസൈറ്റിയോട് ഇവർ കാണിക്കുന്ന, ഒരു പൗരനോട് ഇവർ കാണിക്കുന്ന ഒരു സാമൂഹിക ബോധം, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം എന്താണ്? വളരെ സിമ്പിളായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇപ്പോഴും ആ സ്ഥാപനം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നണം. കാരണം ഞാൻ അവകാശപ്പെടാതെ തന്നെ ഈ വീഡിയോ പോയതിൻ്റെ പിറ്റേ ദിവസം ശരിക്കും പറഞ്ഞാൽ തിരുത്തേണ്ടതല്ലേ അവർ? തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കാതെ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനൊരു നോട്ടീസ് അയക്കാതെ, എൻ്റെ ഒരു വീഡിയോ അല്ലെങ്കിൽ എൻ്റെ ഒരു മനപ്രയാസം കണ്ടപ്പോൾ തന്നെ അത് തിരുത്തേണ്ടത് ഒരു നല്ലൊരു രീതിയിലായിരുന്നെങ്കിൽ അവർ തിരുത്തേണ്ടതായിരുന്നു. പക്ഷെ അത് ഒരു തരി പോലും കുറ്റബോധവും ഇല്ല, ഒരു തരി പോലും താഴ്മയില്ല, അല്ലെങ്കിൽ ചെയ്തത് തെറ്റായിപ്പോയെന്ന് അവർക്ക് തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഞാനായതുകൊണ്ടാണോ എന്നറിയില്ല. മറ്റേതെങ്കിലും നടന്മാരായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ ആയിരിക്കുമോ? ഇപ്പോൾ കുറച്ച് യൂട്യൂബേഴ്സ് അല്ലാതെ എന്നെ ഒരു ചാനലൊന്നും ആരും വിളിച്ചിട്ടില്ല. അല്ല, എനിക്കങ്ങനെ വിളിച്ചു പോയി പറന്ന് നടന്ന് ഇതൊരു ഗംഭീര വിഷയമാക്കി മാറ്റി ഒരു 10 കോടി എഴുതി, ഞാൻ മനോരമയുടെ പൈസ കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെയും മറ്റൊരാളുടെയും പൈസ കണ്ട് ഞാൻ ഒരു കാറും ബുക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരു വീടും ബുക്ക് ചെയ്തിട്ടില്ല.
എൻ്റെ അധ്വാനത്തിൽ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് ഒഫീഷ്യലി എഴുതുമ്പോൾ നമ്മൾ നഷ്ടപരിഹാരം എഴുതുന്നതല്ലാതെ ഞാൻ പണം മോഹിക്കുന്നില്ല ഈ വിഷയത്തിൽ. ഒരേ ഒരു കാര്യം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, മനുഷ്യന് വിലയുണ്ടാകണം. അവൻ്റെ മാനാഭിമാനത്തിനും അവൻ്റെ സ്വകാര്യതയ്ക്കും അവൻ്റെ വ്യക്തിത്വത്തിനൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ വില കൽപ്പിക്കണം. തെറ്റ് പറ്റിയാൽ തിരുത്താൻ തയ്യാറാവണം. അത് ഏത് രീതിയിൽ പറ്റിയോ അതേ രീതിയിൽ തന്നെ തിരുത്തണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഈ മൂവ്മെൻറ്റിൻ്റെ ഉദ്ദേശം. എനിക്ക് തോന്നുന്നു മണികണ്ഠൻ അന്ന് ഞാൻ വിളിച്ചപ്പോൾ മണികണ്ഠൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നു. ഇതൊന്നും വേണ്ട, അവരൊരു തിരുത്ത് എനിക്ക് ആവശ്യപ്പെടും. അങ്ങനെ തിരുത്ത് ആവശ്യപ്പെട്ടതിന് ശേഷം മണികണ്ഠൻ ഉണ്ടായിരുന്നു അവിടെ. മണികണ്ഠനെ കാണാൻ ആരെങ്കിലും വന്നു സംസാരിച്ചു? അതെങ്ങനെയായിരുന്നു? എന്താ പറയുക, എനിക്ക് മനോരമ ചാനലുമായിട്ടും പത്രമായിട്ടൊക്കെ വളരെ എനിക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒരു മാധ്യമ പ്രവർത്തകരുമായിട്ടും യൂട്യൂബേഴ്സായിട്ടോ ഈ ട്രോള് ചെയ്യുന്നവരായിട്ടോ ഒന്നും ഒരു പ്രശ്നവുമില്ലാത്ത ഒരാൾ. അവരെയൊക്കെ, അതായത് അവരുടെ ട്രോള് കൊണ്ടാണ് ഞാൻ പലപ്പോഴും സിനിമയില്ലാത്തപ്പോൾ പോലും ഞാൻ ജനങ്ങളുടെ മനസ്സിലിരിക്കുന്നതെന്ന് പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞു. എപ്പോഴും നന്ദി പറയുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് മാധ്യമമാണ്. കാരണം കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിലൂടെ രാജീവ് രവി എന്ന് പറയുന്ന സംവിധായകൻ പരിചയപ്പെടുത്തിയത് മണികണ്ഠൻ എന്ന് പറയുന്ന നടനെ മാത്രമാണ്. പക്ഷേ ഈ വ്യക്തി എന്താണ്, എങ്ങനെ ഉണ്ടായി, എങ്ങനെ വന്നു, എന്തെല്ലാം അനുഭവിച്ചു എന്നെല്ലാം അറിയിച്ചത് എന്താ പറയുക, എൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ എനിക്ക് വേണ്ടി എഴുതുകയും എനിക്ക് വേണ്ടി സമയം ചിലവാക്കി വന്ന് എനിക്ക് ഒരു വ്യൂസും ഇല്ലാത്ത സമയത്ത്, എന്നെ ആർക്കും അറിയാത്ത സമയത്തും എന്നെ അറിയിച്ച മലയാളത്തിലെ മാധ്യമ പ്രവർത്തകരോടും സ്ഥാപനങ്ങളോടും എന്നും നന്ദിയും കടപ്പാടുമോടും മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഒരു വൈരാഗ്യം എനിക്കില്ല. അപ്പോൾ മനോരമയായിട്ടും അതേപോലെ തന്നെയായിരുന്നു. എൻ്റെ എന്തെങ്കിലും വാർത്തകളൊക്കെ ഉണ്ടെങ്കിൽ തൃപ്പൂണിത്തുറയിലെ പ്രാദേശിക ഒരു ലേഖകൻ പയ്യനുണ്ട്. അപ്പോൾ അവനാണ് ആദ്യം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു. ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. ഇപ്പോഴും മെസ്സേജുകൾ വരുന്നു. എൻ്റെ വൈഫിൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിക്കുന്നു, ചേട്ടൻ എന്തെങ്കിലും കേസിൽ പെട്ടോ എന്ന് ചോദിക്കുന്നു. ഓൺലൈനിൽ ന്യൂസ് ഉണ്ടായിരുന്നു ഇതിൽ. അങ്ങനെ കുറേ പ്രഷർ വന്നപ്പോഴാണ് ഞാനിത് ചെയ്തതെന്ന് അവനോട് പറഞ്ഞു. ചേട്ടാ ഒന്ന് നേരിട്ട് കാണണമെന്ന് പറഞ്ഞു. എൻ്റെ വൈഫ് ഹൗസിലാണ് ഞാൻ അപ്പോൾ ഉണ്ടായിരുന്നു. അങ്ങോട്ട് വരാൻ പറഞ്ഞു. വന്ന വഴി ഈ പയ്യൻ എൻ്റെ കാലിൽ വീഴുകയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്തിന് ഇവൻ എൻ്റെ കാലിൽ വീഴണം? ഞാൻ ചോദിച്ചു, മോനെന്തിനാ എൻ്റെ കാലിൽ വീഴുന്നത്? അല്ല ചേട്ടാ, പറ്റിപ്പോയി, ഒരു അബദ്ധം, തെറ്റാണ്, പക്ഷെ ക്ഷമിക്കണം എന്ന് പറയാം. നീയാണോ ഫോട്ടോ കൊടുത്തത്? അല്ല ഞാനല്ല, അത് മലപ്പുറം എഡിഷനിൽ നടന്ന ഒരു സംഭവമാണ്. പിന്നെ നീ എന്തിനാ എൻ്റെ കാലിൽ വീഴുന്നത്? അല്ല അത് ഞങ്ങളുടെ സ്ഥാപനമാണല്ലോ. ഓക്കെ, അപ്പം ഞാൻ സ്ഥാപനത്തിനുള്ള അത്ര കൂറുള്ളൊരു തൊഴിലാളിയെന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. വേറെ ഒരു ഫേക്കോ അല്ലെങ്കിൽ വേറെ ഒന്നും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചില്ല. അപ്പോൾ എൻ്റെ വൈഫിൻ്റെ അമ്മയും കണ്ടുകൊണ്ടിരിക്കുക. അവർ ചോദിച്ചു, എന്തിനാണ് അത്രയും താഴുന്നത്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അത് അവന് ആ സ്ഥാപനത്തിനോടുള്ള അവൻ്റെ സ്നേഹം അത് വിട്ട് കളിക്കുന്നു പറഞ്ഞു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.